ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം താങ്കളുടെ എനർജി, താങ്കളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, പിന്നെ ഔട്ട്കം എന്താണ്, നിയർ ഫ്യൂച്ചർ എന്താണ്, ഇത്തരം കാര്യം നോക്കാം. പിന്നെ ചെറിയൊരു കാര്യം ഞാൻ എന്നും പറയുമ്പോൾ ഇന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചാടി പിടിച്ചെന്ന് എഴുന്നേൽക്കാതിരിക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് സമയം നന്നായിട്ട് പ്രെയർ ചെയ്യണം. അതിപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയാണ് ആദ്യം ഓർക്കേണ്ടത്, പിതൃക്കന്മാരെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പിതൃദേവോ ഭവ, മാതൃദേവോ ഭവ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാതാപിതാ ഗുരുദൈവം എന്നല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുക്കന്മാരെ വിളിക്കുക, ആചാര്യദേവോ ഭവ. അതിനുശേഷമാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്. അവരവരുടെ ഭഗവാന്മാരെയോ ഭഗവതിയോ അള്ളാനെയോ ഈശ്വരനെയൊക്കെ വിളിക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ കാലത്ത് സമർപ്പിക്കുക, സറണ്ടർ ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ എൻ്റെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. എൻ്റെ കയ്യിലുള്ള, അതായത് ഇന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ലൈഫിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ആവശ്യത്തിലധികം പൈസ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പല വ്യക്തികളുടെ, പല സാഹചര്യങ്ങളുടെ ഇതിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ബെറ്റർ ആൻഡ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രാർത്ഥന കൊടുക്കുക. ഓരോ ചെറിയ കാര്യത്തിന് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും നന്ദി പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ച കാലം മുതൽ ഈ സമയം വരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തികത്തിന്, എന്തിനും, വസ്ത്രത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾക്ക്, ഭക്ഷണത്തിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾക്ക് ഒക്കെ നന്ദി പറയുക. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടേ നമുക്ക് അതിനേ സമയം കാണുള്ളൂ. അതേപോലെ നമ്മൾ തീർച്ചയായിട്ടും ഈ വരവ് ചിലവ് കണക്കിൽ എഴുതി വെക്കുക. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് വരവും മറ്റൊരു ഭാഗത്ത് ചിലവ് എഴുതി വെക്കുക. വരവ് എഴുതുമ്പോഴത്തേക്ക് അതിനും കിട്ടുന്ന എമൗണ്ടിനും ഇന്ന് എത്ര എമൗണ്ട് കിട്ടി അതിന് താങ്ക് യു എഴുതി വെക്കുക. ചിലവാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ചിലവാക്കിയത്, അതിനും എഴുതി വെച്ചിട്ട് താങ്ക് യു പറയുക. ഓക്കെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾക്കും താങ്ക് യു പറയുക. അങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറായിക്കൊണ്ട് പോയാൽ തീർച്ചയായും ഓരോ പ്രാവശ്യവും നന്ദി പറയണം. പ്രത്യേകിച്ച് കിട്ടുമ്പോഴും ചിലവാകുമ്പോഴും എഴുതി വെച്ചിട്ട് നന്ദി പറയണം. അപ്പോഴാണ് നമ്മളിലേക്ക് വീണ്ടും 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 പൈസ വന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സണൽ എനർജി ആദ്യം വരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ എനർജി എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിനെ കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ വ്യക്തിക്ക്. അങ്ങനെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് വരാനാണ്. പക്ഷേ ആ വ്യക്തിയോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനാണ് പറയുന്നത്. അതാണ് പറയുന്നത്. പക്ഷേ ആ വ്യക്തി അദ്ദേഹത്തിന് കിട്ടാൻ നോക്കിയിരിക്കുന്നു. പക്ഷേ യൂണിവേഴ്സ് അങ്ങനെ പറയുന്നത് ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക്. എടുക്കുന്നതിനെ കൂടുതൽ കൊടുക്കുക, ആ ഒരു ചിന്താഗതിയിലിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന് നിരാശ ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ എനർജി ഇതാണ്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. നിങ്ങൾ വളരെ ഇമോഷൻസിലാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് സംസാരിക്കാം. എന്താണെങ്കിൽ നിങ്ങൾ വളരെ ഇമോഷണലാണ്. അത് വേണ്ടാന്ന് പറയുന്നു. നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്ന് വെച്ചാൽ സറണ്ടർ ടു ഡിവൈൻ. നോക്കുക, അപ്പം നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ്. നിങ്ങളെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടു കൂട്ടരും സറണ്ടർ ചെയ്തിരിക്കുമായിരിക്കും. ആ ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആൻ ആക്ഷൻ ആണ്. നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്തോ ആക്ഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. ഷോ ദ വേൾഡ് ദ റിയൽ യു. നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയുള്ള വ്യക്തിയാണെന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിലെ, അതായത് നിങ്ങൾ കാണിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ള കഴിവെന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ഡൈനാമിക് പേഴ്സൺസ് ആയിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം. അത് നിങ്ങൾക്ക് വളരെ കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളൊരുപക്ഷെ എഴുതുന്ന വ്യക്തികളായിരിക്കാം, പടം വരയ്ക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ സ്പീച്ച് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളതൊന്നും ഇല്ലാതെ സൈലൻ്റായിട്ടിരിക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പൊടുത്തിട്ടിട്ട് നിങ്ങളത് എടുക്കുക. നിങ്ങളുള്ള പഴയ കഴിവൊക്കെ ഒന്ന് ആലോചിക്കുക. പടം വരക്കാൻ കഴിവുണ്ടെങ്കിൽ അത്, കഥ എഴുതാനോ കവിത എഴുതാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ പുറത്തെടുക്കുക. അതേപോലെ നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ലോകത്തിനെ കാണിക്കുക. അത് നിങ്ങളുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കേണ്ട. എല്ലാം ഡിവൈൻ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഡിവൈനിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതാണ്, നിങ്ങൾ രണ്ടുപേരും സറണ്ടർ ചെയ്യിക്കുകയാണ്. എന്താണ് ഈ ഡിവൈൻ നിശ്ചയിക്കട്ടെ എന്ന് നിങ്ങളും നിശ്ചയിക്കുന്നു, നിങ്ങളുടെ പേഴ്സണൽ നിശ്ചയിക്കുന്നു. രണ്ട് കൂട്ടരും ഡിവൈനിൽ സറണ്ടർ ചെയ്യിക്കുകയാണ്.
ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. നിങ്ങളാണെങ്കിൽ വളരെ ഇമോഷണലാണ്. അദ്ദേഹമാണെങ്കിലോ കൊടുക്കുന്നതിനുള്ളിൽ എടുക്കാതിരിക്കുന്ന വ്യക്തി. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. എല്ലാം സമയമാകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. എന്നാൽ ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്ന് ഡിവൈൻ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാം നല്ലതായിട്ട് വരട്ടെ. നിങ്ങളിലേക്ക് നന്മകൾ കടന്നു വരട്ടെ. നല്ല ലൈഫ് ഉണ്ടാകട്ടെ, പ്രതീക്ഷ ഉണ്ടാകട്ടെ. അതേപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുക. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടായോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് ആ ഒരു 30 സെക്കൻഡിൽ തന്നെ അപ്പോൾ തന്നെ അത് ക്യാൻസൽഡ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിന്ത മാറ്റി അത് പോസിറ്റീവിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ. കാരണം നമ്മളൊരു കാര്യം ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് 30 സെക്കൻഡ് കഴിഞ്ഞ് 60 സെക്കൻഡിനുള്ളിൽ പോകുമ്പോഴത്തേക്ക് അത് റിയലായിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വഴി തിരിച്ചു വിടുക. ക്യാൻസൽഡ് പറഞ്ഞിട്ട് അത് പോസിറ്റീവാക്കി എടുക്കുക. പറയുന്നതും കേൾക്കുന്നതൊക്കെയാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് കേൾക്കുന്നതാണ് ഫലവത്താവുന്നത്. ഇപ്പം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് കാലം മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. അതാണ് നിങ്ങളുടെ റിയലിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണോ അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക. പിന്നെ ലൈഫിൽ 22 പാഠങ്ങളുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാം. ഓക്കെ. താങ്ക് യു ഫ്രണ്ട് വാച്ചിങ് ഫോർ യുവർ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന വാട്സപ്പിൽ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.